ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തൻ്റെ മഹിയും കുഞ്ഞും പിടഞ്ഞു തീർന്ന് കാണണം എന്നുള്ള ഉണ്ണിയുടെ ആ മനസ്സിലിരിപ്പ് നേരിട്ട് തന്നെ തിരിച്ചറിയുന്ന കണ്ണൻ മഹിയെ കൊണ്ട് തന്നെ ഉണ്ണിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് കനത്ത തിരിച്ചടി നൽകുന്നുണ്ട്. തുടർന്ന് ഉണ്ണി മഹിയെ വിളിച്ച് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉണ്ണിയുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് മഹി കൊടുക്കുന്നത്. ഫൈനാൻസിയസിലെ MD കസേര മോഹിച്ച് അവിടേക്ക് പോകാനിറങ്ങുന്ന കരുണയ്ക്ക് ഇതൊരു വലിയ ഷോക്ക് തന്നെ ആവുന്നുണ്ട്. അങ്ങനെ കലുതുള്ളി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന കരുണ നേരെ മഞ്ജുവിൻ്റെ അടുത്തെത്തി വഴക്കിന് ചെല്ലുന്നു. നീ കൂടെ കഴിയുന്നവനും നിന്നെ ചതിക്കും. ലക്ഷ്മി പ്രസവിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സാഗറിനോടൊപ്പമായിരിക്കും അവൾ കഴിയുന്നത്. അത് നീ കാണുമെന്നെല്ലാം കരുണ പറയുമ്പോൾ നിന്നെ മടുത്ത് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നയാൾ വേറെ വിവാഹം കഴിച്ച് കുട്ടികളും കുടുംബവുമായിട്ട് ജീവിക്കും എന്ന് മഞ്ജുവും പറയുമ്പോൾ ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നവർക്കൊക്കെ തോരാ കണ്ണീര് മാത്രമാണ് വിധി. അതുകൊണ്ട് നീയും അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവുമായിട്ട് വഴക്കിട്ട് കരുണ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. ഏതായാലും ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാത്തതാണെന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ട് ഉടനെ തന്നെ പൂജ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള സ്വത്ത് കൂടി നഷ്ടപ്പെടും എന്നെല്ലാം ദുർഗയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനാണെങ്കിൽ മറഞ്ഞിരുന്നുകൊണ്ട് അവരിൽ ഒരാളാണെന്ന് വരുത്തി തീർത്ത് അവരോടൊപ്പമാണെന്ന് വരുത്തി തീർത്ത് ശത്രുക്കൾക്ക് ഒന്നടങ്കം തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. കരുണയാണെങ്കിൽ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തെത്തി ഉണ്ണിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട കാര്യം അറിയിക്കുമ്പോൾ അവർക്കും അത് ഇടിവിട്ടേറ്റതുപോലെ ഒരു നല്ലൊരു ഷോക്കാവുന്നുണ്ട്. ഉണ്ണി എന്ന് പറയുന്നവന് പുറമേ മാത്രമേ വെളുപ്പുള്ളൂ എന്നും അകം മുഴുവൻ കറുത്ത് കരിവാളിച്ചാണ് എന്നും എന്തായാലും താലി കഴുത്തിൽ വീണ് പോയില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ അടക്കി നിർത്തുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് വാമനും സീമന്തിനിയും തറവാട്ടിലെത്തി എത്രയും പെട്ടെന്ന് കണ്ണനും സ്വാതിയുമായിട്ടുള്ള വിവാഹം നടത്തണമെന്ന് പറയുമ്പോൾ കണ്ണനും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹമോചനം ബന്ധം പിരിയാത്തതുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് വിവാഹം നടത്തുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയം സ്വാതിക്കാണെങ്കിൽ കണ്ണൻ്റെ 2 കാൽപാദവും ചലിച്ചു എന്നല്ലാതെ ഇനി മുൻപോട്ട് നടന്നു തുടങ്ങും എന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളോടൊപ്പം എങ്ങനെ ജീവിക്കും എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കണ്ണൻ എവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, നിൻ്റെയും സ്വാതിയുടെയും വിവാഹം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, നീ എത്രയും പെട്ടെന്ന് അവളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ് സ്വാതിയെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം അയാൾ കൈയടക്കി വെച്ചിരിക്കുന്ന എൻ്റെ സ്വത്തുക്കളൊക്കെ ഞാനൊന്ന് തിരിച്ചു പിടിക്കട്ടെ, എന്നിട്ട് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നെല്ലാം അവരോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നെ മേഘൻ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഞാൻ സ്വാതിയെ വിവാഹം കഴിക്കണമെന്ന്. അമ്മാവൻ റിക്കവർ ആയതുപോലെ അവനും എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇനി നിങ്ങളൊക്കെ പറയുന്നത് അനുസരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നല്ല രീതിയിൽ തന്നെ സന്തോഷിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണൻ പോയതിനു ശേഷം കണ്ണൻ ഏതായാലും വിവാഹത്തിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു എന്ന് വാമൻ പറയുമ്പോൾ എന്നാലും കണ്ണേട്ടനെ നടക്കാൻ കഴിയുമോ എന്ന് അറിയില്ലല്ലോ, എങ്കിലേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് സ്വാതി പറയുമ്പോൾ എടി മോളെ നീ ഇങ്ങനെ അടുത്തു വന്ന ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കാതെ എന്ന് ദുർഗ പറയുമ്പോൾ കണ്ണൻ നടക്കുമെന്ന് അറിയണമെങ്കിൽ കണ്ണേട്ടൻ നടക്കുമെന്ന് അറിയാൻ മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് വീണ്ടും സ്വാതി പറയുമ്പോൾ നമുക്ക് ആ തോമസ് വൈദ്യനെ ചെന്നൊന്ന് കാണാം, അയാൾക്കാവുമ്പോൾ കൃത്യമായിട്ട് കണ്ണൻ നടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. അയാളല്ലോ ചികിത്സിച്ച് കണ്ണൻ്റെ 2 പാദങ്ങളും ചലിച്ചു തുടങ്ങിയത് എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ എല്ലാവർക്കും അത് സമ്മതമാവുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കണ്ണൻ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാവരും കൂടി മഹിയെ ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിച്ച് എൻ്റെ ബാക്കിയുള്ള സ്വത്തുക്കൾ കൂടി സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ സ്വാതി അവളൊരു പെൺകുട്ടിയാണ്, അവളുടെ മനസ്സിൽ വേണ്ടാത്ത മോഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നും കണ്ണൻ മനസ്സിൽ സ്വയം പറയുന്നുണ്ട്. പിന്നീട് സ്വാതിയും സീമന്തിനിയും തോമസ് ഡോക്ടറെ ചെന്ന് കാണുന്നു. വാമേട്ടന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ടെന്നും അത് സാറിൻ്റെ ചികിത്സ കൊണ്ട് മാത്രമാണെന്നും അരയ്ക്ക് താഴേട്ട് തളർന്ന കണ്ണൻ്റെ 2 പാദങ്ങളും ചലിച്ചു തുടങ്ങിയത് സാറിൻ്റെ ചികിത്സ കൊണ്ടാണ്, അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് കണ്ണൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ വല്ല സാധ്യതയുണ്ടോ സാറേ, അതറിയാനാണ് ഞങ്ങൾ വന്നത് എന്ന് സീമന്തിനി പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ ആദ്യം ഒരു ബലം കിട്ടിയെങ്കിൽ മാത്രമേ മരുന്നുകൊണ്ട് പോലും ഫലമുണ്ടാകൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. അപ്പോൾ കണ്ണേട്ടൻ ഇനി നടക്കാൻ പറ്റില്ലെന്നാണോ എന്ന് സ്വാതി തുറന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ വൈദ്യൻ പറയുന്നത് കേട്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ സ്വാതിയും സീമന്തിനിയും. അങ്ങനെ ആകെ തകർന്ന മനസ്സുമായിട്ട് സ്വാതി തിരിച്ച് കമലേശ്വരത്ത് എത്താണ്. ശേഷം കണ്ണേട്ടന് നടക്കാൻ പറ്റില്ലെന്ന് ആ തോമസ് സാറ് തന്നെ വിധി എഴുതി കഴിഞ്ഞു. കാലിന് സ്വാധീനമുള്ള ഇല്ലാത്ത ഒരാളോടൊപ്പം ജീവിച്ചിട്ട് എന്താ പ്രയോജനം എന്നെല്ലാം സ്വാതി പറയുമ്പോൾ നീ പേരിനവനെ വിവാഹം കഴിച്ചാൽ മതി, സ്വത്തുക്കളൊക്കെ നിൻ്റെ പേരിലായി കഴിഞ്ഞാൽ അവനെയും
അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. പിന്നീട് കമലേശ്വരത്ത് തിരികെ എത്തുന്ന കരുണ ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തിരികെ വന്നത്. ഉണ്ണിയേട്ടനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ അവളുടെ അധികാരം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ അവളോട് വെറുപ്പുണ്ട് കണ്ണേട്ടന്. എന്നെ ജോലിയിൽ എന്നെല്ലാം കരുണ പറയുമ്പോൾ എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് അവരെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് ഉണ്ണി പറയുമ്പോൾ അവളെ ഇനി നമ്മളായിട്ട് ഇല്ലാതാക്കിയാലും ഇവിടെ കണ്ണേട്ടൻ പ്രതിയായിട്ട് വരും. അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് 2 പേർക്കും ഒന്നും സംഭവിക്കില്ല. കണ്ണേട്ടൻ ജയിലിലേക്ക് പോകും, അല്ലെങ്കിൽ മാർക്കോ അങ്ങേരെ കൊല്ലും. കാരണം തന്നെ വഞ്ചിച്ചിട്ട് പോയ അവളോട് തീർത്താൽ തീരാത്ത പകയാണ് കണ്ണനുള്ളത്. അതുകൊണ്ട് എല്ലാവരും കണ്ണേട്ടനെ മാത്രമേ സംശയിക്കൂ. പിന്നെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കോ പിന്നെ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് അവരുടെ കാര്യം മാർക്കോ നോക്കിക്കോളൂ എന്നും മഹാലക്ഷ്മി കൊല്ലാനുള്ള ഒരു ചതി ആസൂത്രണം ചെയ്യുകയാണ് കേട്ടോ കരുണയും ഉണ്ണിയും കൂടിയിട്ട്. ഏതായാലും കണ്ണേട്ടനോട് ഇതിനെക്കുറിച്ച് പറയാമെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ കമ്പനിയിലേക്ക് പോകുന്ന മഹാലക്ഷ്മിയെ ആക്സിഡൻറ്റിലൂടെ വകവരുത്താനുള്ള ഒരു പദ്ധതിയാണ് കരുണയും ഉണ്ണിയും കൂടിയിട്ട് ആസൂത്രണം ചെയ്യുന്നത്. അവർക്കിപ്പോൾ മാർക്കോയെക്കുറിച്ച് മാത്രമേ അറിയൂ. കാരണം മാർക്കോയിൽ നിന്നും എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമെന്ന് മാത്രമേ അവർ ഭയപ്പെടുന്നുള്ളൂ. ഇതുവരെ മുൻപിലേക്ക് വരാത്ത സിദ്ധിയായിട്ടുള്ള അമ്മയെക്കുറിച്ച് അവർക്കൊരു സൂചന പോലും ഇല്ല. എന്തായാലും ഇത്തവണ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കുന്ന കരുണയ്ക്കും ഉണ്ണിക്കും അമ്മയുടെ കയ്യിൽ നിന്നാണ് കനത്ത തിരിച്ചടി, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്